ഹായ്, ഗുഡ് മോർണിംഗ്. പെഹൽഗാമിലെ ആദ്യത്തെ രാവിലെയാണ് ഞങ്ങൾ. ഇപ്പോൾ സമയം 7:30ആയി. അതിമനോഹരമായിട്ടുള്ളൊരു മോർണിംഗ് കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ പ്ലാൻ നമുക്ക് വഴിയേ പറയാം. ആദ്യം ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അരു വാലി, ബേതാബ് വാലിയാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻസ്. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. എല്ലാ ദിവസത്തെയും പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാഴ്ചയൊക്കെ അതിമനോഹരമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പെഹൽഗാമിലെ സൈറ്റ് സീയിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ ക്യാബ് 9:45 എത്തി. 10 മിനിറ്റേ ഉള്ളൂ ഫസ്റ്റ് സൈറ്റിലോട്ട്. അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ വാലിയിലേക്ക് സൈഡിൽ കൂടി ഇപ്പോൾ റിവർ പോകുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായുള്ള കാഴ്ചയാണ് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നത്. മുന്നോട്ട് നടന്നു നോക്കട്ടെ, അതൊക്കെ കാണുന്ന കാഴ്ചകൾ. ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സണ്ണി ഡേ ആണ്. ഞങ്ങൾ തൊപ്പിയൊക്കെ എടുത്തിട്ടു. അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടെ. വാലീൻ്റെ ഭംഗി ഒന്നും പറയാനില്ല. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മൾ ഇങ്ങോട്ടുള്ള എൻട്രിക്ക് നമ്മൾ 100 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാലിയിലേക്കുള്ള ആക്സസ് കിട്ടും. വാലിയിൽ നല്ല ഭംഗിയിൽ ഒരു നടപ്പാതി ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറേ മരങ്ങളും ചെടികളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്നു എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. 1 അവറിനാണ് നമ്മൾ ക്യാബുകാരുടെ ഒരു റൂളുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 400 രൂപ എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ 2 സ്ഥലം പോകാനുള്ളതുകൊണ്ട് അതൊരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്ത് അയാളുമായിട്ട് ബാർഗെയിൻ ചെയ്തിട്ടൊരു പൈസ സെറ്റ് ചെയ്തു. ഞങ്ങൾ 1500 രൂപയാണ് ഇപ്പം ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തം ഹോൾ ഡേക്കാണ്. നമ്മൾ എത്ര നേരം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല ആ രീതിയിൽ. ഞങ്ങൾ ഈ വാലി കൂടി തലങ്ങും വിലങ്ങും നടക്കാൻ കേട്ടോ. ഇങ്ങോട്ട് തിരിഞ്ഞാലും ഭംഗിയാണ്. ഓരോ സൈഡിലും ഓരോ മലകളാണ്, ലെയറായിട്ട് ഇങ്ങനെ കിടക്കുക. ഒന്നും പറയാനില്ല. കാഴ്ചകൾ കാണുക, സന്തോഷിക്കുക. നല്ല വെയിലുണ്ട്, പക്ഷെ അതേ സമയത്ത് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സുഖമുള്ളൊരു അനുഭവമാണ്. ക്ഷീണമൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ല വെളിച്ചമായതുകൊണ്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഇടുന്നത് നല്ലതായിരിക്കും. കണ്ണിനില്ലെങ്കിൽ ഒരു പുകച്ചിൽ വരുന്നുണ്ട്. ഈ വേലിൻ്റെ ശരിക്കും പേര് ഹഗൻ വേലി എന്നാണ്. 1983 ഹിന്ദി മൂവി ബേതാബ്
ഈ വാലിയിൽ നിന്ന് ഷൂട്ട് ചെയ്യും. അതിനുശേഷം ആൾക്കാർ പിന്നെ ഈ വാലിനെ ബേതാബ് വാലി എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പെഹൽഗാം ടൗണിൽ നിന്ന് നമുക്ക് ഷെയർ ക്യാബ് വിളിച്ചിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ ക്യാബ് വിളിച്ചിട്ടും ഇവിടെ എത്താം. ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ട് പെഹൽഗാം ടൗണിൽ നിന്ന്. ഏകദേശം ഒരു 20-30 മിനിറ്റ് ഡ്രൈവ്, ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ ഇടയിൽ ഇതൊരു പോപ്പുലർ പിക്നിക് സ്പോട്ടാണ്. ഞങ്ങൾ ഒരുപാട് ഫാമിലീസിനെ ഇവിടെ കണ്ടു. എല്ലാവരും ഒഴിവ് ദിനം എൻജോയ് ചെയ്യാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനൊക്കെ ആൾക്കാർ ഇവിടെ കൂട്ടായിട്ട് എത്തുന്നുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്തതിലും കുറച്ചധികം സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം 1.5-2 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ക്യാബിൽ കയറി പെഹൽഗാം ടൗണിലേക്ക് വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ബേതാബ് വാലിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പെഹൽഗാം ടൗണിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ട് ഇപ്പം ആരു വാലി ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചൂടുണ്ട്. മറ്റേ ക്ലൈമറ്റ് ഭയങ്കര സണ്ണിയാണ്. സോൻമാർഗിൽ ഉണ്ടായ പോലെ ക്ലൗഡി അല്ലായിരുന്നു. മൊത്തം സംഭവങ്ങൾ മാറി. ഈ സൈഡിൽ നല്ല ചൂടാണ്. പക്ഷേ കാറ്റ്, തണുത്ത കാറ്റടിക്കുമ്പോൾ ഒരു സുഖമുണ്ട് താനും. ആരു വാലിയിലേക്ക് പെഹൽഗാം ടൗണിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട്. ഒരു 40-50 മിനിറ്റ് ഡ്രൈവ്. ഉച്ച കഴിഞ്ഞ് ഏകദേശം ഒരു 3-3:30 ആകുമ്പോഴാണ് ഞങ്ങൾ ആരു വാലിയിൽ എത്തിയത്. 360 ഡിഗ്രിയിലേക്ക് നോക്കിയാലും പിക്ചറസ്ക്യൂ ആയിട്ടുള്ള വളരെ ഭംഗിയുള്ള വ്യൂസുള്ളൊരു ബ്യൂട്ടിഫുൾ സ്ഥലമാണ് ആരു വാലി. പെഹൽഗാം ടൗണിൽ നിന്ന് ഷെയർഡ് ടാക്സീസ് അവൈലബിൾ ആണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ടാർസാർ ലേക്കും മാർസാർ ലേക്കും ട്രക്കൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കാശ്മീരിലത്തെ 2 ട്രക്കുകളാണ്. അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരു വാലിയിൽ നിന്നാണ്. വിൻ്റർ സമയത്ത് വരികയാണെങ്കിൽ ഇവിടെ സ്കീയിങ്ങും അതുപോലത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുള്ള അതിനും കൂടി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. ആരു വാലി ഒരു ഹിഡൻ ജെം തന്നെയാണ്. ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചെറിയൊരു വില്ലേജും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മളെ പോലെ ടൂറിസ്റ്റുകളായിട്ട് വന്ന സ്ഥലം കാണാൻ വന്നവരും